ഇന്നലെ വൈകിട്ട് പാകിസ്ഥാനിൽ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഒരു വലിയ ചാവേർ സ്ഫോടനം നടന്നു. 15 പേർ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? അല്ല, ഇത് പാകിസ്ഥാനിലായതുകൊണ്ട് അതവിടെ ഒരു നിരന്തര നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കണം. കാരണം ഈ തീവ്രവാദികളുടെ ഇടം ആയുധം കൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്നവർ, അതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നാശം. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സൈനിക താവളത്തിലാണ്. അതെ, അതിനോടൊപ്പം തന്നെ ഇതിപ്പം നോയമ്പ് കാലമാണ്. നോയമ്പ് കാല സമയത്താണ് പലപ്പോഴും പലയിടങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ, സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. ജീവഹാനി, അതുപോലെ തന്നെ രാജ്യത്തൊരു വല്ലാത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക ഒക്കെ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള ഒരിടത്ത്. ഇതിപ്പോൾ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതെ, ഇതിപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റംസാൻ മാസത്തിൽ, ഇപ്പോൾ ഈ റംസാൻ മാസം ആരംഭിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണിതെന്നാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വിശുദ്ധ റംസാൻ മാസത്തിൽ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇത് ഇപ്പോൾ പാക് താലിബാനാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ ജയ്ഷാൽ ഫർഷൂൺ എന്ന് പറയുന്നൊരു സംഘടന, ഒരു ഭീകര സംഘടനയുണ്ട്. അവരാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇത് ഈ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺ എന്ന് പറയുന്ന ആ മേഖലയിൽ ഒരു സൈനിക താവളമുണ്ട് പാകിസ്ഥാൻ. അത് നമുക്കറിയാം, ഈ അഫ്ഗാനിലെ താലിബാനും ഈ പാക് താലിബാനും ഒക്കെ ആയിട്ട് നിരന്തരം സംഘർഷങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണത്. അവിടെ സൈന്യവും താലിബാനും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രദേശത്തെ സൈനിക താവളത്തിലേക്കാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. 2 ജീപ്പുകളിലായിട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ആ സൈനിക താവളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി. അവിടെ തന്നെ ഒരു പള്ളിയും മാർക്കറ്റുമുണ്ട്. ആ പള്ളിക്കും മാർക്കറ്റിനും വലിയ കേടുപാടുകൾ സംഭവിച്ചു. പള്ളിയുടെ മേൽക്കൂര സമ്പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 4 കുട്ടികളടക്കം 2 സ്ത്രീകളടക്കം 15 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സൈനികരാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം ഈ പാക് സൈന്യം പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ 10 ഭീകരർ ഇതിനോടൊപ്പം അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചെന്നും അവരെ തുരത്തി ഓടിച്ചു എന്നുമാണ് സൈന്യം അവകാശപ്പെടുന്നത്. അതിൽ എത്ര സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തു തോന്നുന്നു അങ്ങേക്ക്? ഒരു സൈനിക താവളത്തിലേക്ക് ചാവേർ ആക്രമണം ഉണ്ടാകുക, ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുക, ഈ പാകിസ്ഥാൻ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ അവരുടെ ഈ സൈനിക താവളങ്ങളിലും മറ്റും അവരുടെ സുരക്ഷ എത്ര പോരാ എന്നും കൂടി തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്നാണ് തെളിയുന്നത്. അതെ, പിന്നെ അവരെ പോലുള്ള ഒരു രാഷ്ട്രത്തിനകത്ത് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും, അതായത് സ്ഫോടന പരമ്പരകളുമായിട്ട് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എത്ര സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ പോലും സൈനികർക്ക് പോലും രക്ഷയില്ല. പാകിസ്ഥാനിൽ ആരാ ഭരണം നടത്തുന്നത്? ആരാ? സൈന്യമല്ലേ ഭരണം നടത്തുന്നത്? അതെ. ഏതെങ്കിലും ഒരു ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഭരണാധികാരിയെ അവിടെ ഭരിക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്? ഇല്ല. ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭരണം കഴിഞ്ഞിറങ്ങുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ ജയിലിലേക്ക്. പ്രധാനമന്ത്രി ആയാലും മുൻ പ്രസിഡന്റും ജയിലിനകത്തായിരിക്കും കഴിയുന്നത്. ഇമ്രാൻഖാൻ എവിടെയാണ്? അല്ലേ? ഇതാണ് പാകിസ്ഥാന്. പാകിസ്ഥാനിലെ എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു പൗരന്, ഒരു കുടുംബത്തിന് അവിടെ എങ്ങനെയാണ് അവർക്ക് സ്വസ്ഥത? ഒരുപക്ഷെ ആ രാജ്യം വിടാനായിട്ട് തന്നെ പലരും ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും. പിന്നെ ജനിച്ചു വീണ മണ്ണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. നിസ്സഹായരായ ജനത, അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? കാരണം ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരപ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും ആസൂത്രണം ചെയ്യുകയും ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുക്കുകയും അതിനെ വളർത്തുകയും ചെയ്തു. അതിൽ അങ്ങ് പറഞ്ഞതുപോലെ പാക് സൈന്യത്തിനും വലിയൊരു പങ്കുണ്ട്. അങ്ങനെ ചെയ്ത പാകിസ്ഥാൻ സ്വയം കൃതാനർത്ഥം ഇന്ന് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലേക്ക് ഇനിയിപ്പോൾ ഭീകരർക്കാർക്കും കടന്നു കയറാനൊന്നും പറ്റില്ല. വളരെ ശക്തമായ സുരക്ഷയുണ്ട്. കൃത്യമായിട്ട് കയ്യിൽ കിട്ടിയാൽ ശരീരം അരിപ്പയാകും. വെടിയുണ്ടകൾ തുളച്ചു കയറി ശരീരം അരിപ്പയാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ അതിനെ എത്തിച്ചതുകൊണ്ട് ഭീകരർ ഇന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഭയപ്പെടുന്നു. അവർക്കറിയാം ജീവൻ ആപത്തുണ്ടെന്ന്. മാത്രമല്ല, പഴയതുപോലെ കാശ്മീരിലോ മറ്റോ അവർക്ക് പിന്തുണ കിട്ടുന്നില്ല.
ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് അവിടെ വലിയ വികസനം വരുന്നു, ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നു, വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നു. അതുപോലെയുള്ള ശാന്തമായൊരു അന്തരീക്ഷത്തിലേക്ക് കാശ്മീർ വളരെ വേഗത്തിൽ മടങ്ങി വന്നു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അമിത്ഷായോടും അജിത് ഡോവലിനോടുമാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോടുമാണ്. അദ്ദേഹം നേരിട്ട് അവിടെ ചെന്ന് ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴിതാ കാശ്മീരിൽ പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കുന്നു. അതൊക്കെ കാശ്മീർ വല്ലാണ്ട് മാറി. അപ്പോൾ ഇനി പാകിസ്ഥാൻ അവിടെ വലിയ റോളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ വളർത്തിവിട്ട ഭീകരർ എങ്ങോട്ട് പോകും? അവർ എന്ത് ചെയ്യും? അവർക്ക് സ്വാഭാവികമായിട്ടും പണത്തിനും മറ്റ് ജീവിത സൗകര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ നേരെ പാക് സൈന്യത്തിന് നേരെ തിരിഞ്ഞു. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പലപ്പോഴും നരേന്ദ്രമോദി പല ഉച്ചകോടികളിലും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും ലോകത്തെ തീവ്രവാദം തടയണം എന്നാണ് അതിശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അത് പിന്നെ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ദോഷം അനുഭവിക്കുന്ന മറ്റ് പലർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. യൂറോപ്പ് സത്യത്തിൽ ഈ പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയവരാണ് അവിടെ ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ പിന്നെ ധനശേഖരണം മുഴുവൻ എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഭീകരവാദം വളർത്താനാണ്. അവിടെ രാജ്യത്തുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസമോ ആരോഗ്യമോ ഭക്ഷണമോ പൊതു താല്പര്യങ്ങളൊന്നും തന്നെ അവരുടെ പരിഗണനയിൽ ഇല്ല. ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന കുറേ സംഘടനകളും ഭരണവും സൈന്യവുമാണ് പാകിസ്ഥാൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അന്ത്യം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ സൈനിക കേന്ദ്രത്തിൽ പോലും ഇത്തരത്തിലൊരു അറ്റാക്ക് നടന്നു, ഇത്ര പേര് മരിച്ചു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതൊരു വലിയ വാർത്തയല്ലാതായി തീർന്നിരിക്കുകയാണ്. അത്രയ്ക്ക് ഇവരെ ഇതുമായിട്ട് ചേർന്ന് അതിലൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ജീവിതം എന്ന് പറയുന്നത് അതാണ്. തീവ്രവാദ പ്രവർത്തനം ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനവും ഒക്കെയാണെന്നാണ് അവരുടെ കണക്കുകൂട്ടലും കാര്യങ്ങളും ഒക്കെ. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പ്രമാണം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാനിൽ അതിൻ്റെ നേർചിത്രമാണ് കാണാൻ കഴിയുന്നത്. അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാകട്ടെ, പാകിസ്ഥാനിനുള്ളിലാകട്ടെ, തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ് അവിടുത്തെ നിസ്സഹായരായ ഒരു ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അവർ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ, ഈ ഭീകരവാദം അവസാനിപ്പിച്ച് മുഖ്യധാരയിലേക്ക് വന്ന് അവിടുത്തെ മാനവ വിഭവശേഷിയും മറ്റ് പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു സുശക്തമായ രാഷ്ട്രമുണ്ടാക്കി, സമാധാനവും ശാന്തിയുമുള്ളൊരു രാഷ്ട്രമുണ്ടാക്കി ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നു വരുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ സൈന്യത്തിന് വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലമാണ്. അവർ സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുകയാണ് പരിപൂർണമായിട്ട്. നമ്മൾ ഇടയ്ക്ക് വായിച്ചതാണല്ലോ പത്രങ്ങളിലൊക്കെ, വലിയ വിലക്കയറ്റം അതിരൂക്ഷമായിരുന്നു. അതെ. പിന്നെ പലതിൻ്റെയും ദൗർലഭ്യം, സാധനങ്ങളുടെ, പെട്രോളിൻ്റെ വിലവർധനവ്, അവർക്കവിടെ ജീവിതം അതിൻ്റെ കൂടെ അക്കാലത്തെ ഭരണത്തിൻ്റെ പോരായ്മ, അതിനിടയ്ക്ക് അവിടെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി, ആ രാജ്യം ഏതാണ്ട് താറുമാറായത്, പ്രകൃതി ദുരന്തം അത് അവിടുത്തെ കാര്യം, ഭൂകമ്പമുണ്ടായി. അതെ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ തകർന്നു കിടക്കുന്ന ഒരിടത്താണ് ഈ തരത്തിലുള്ള ഭീകരാക്രമണം കൂടി. ഈ അമേരിക്കയും ചൈനയും ഒക്കെ വലിയ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആയുധങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവർ ഉപയോഗിച്ചത് ഭീകരപ്രവർത്തനം വളർത്താനും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുമാണ്. അതാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം. എന്തായാലും ഈ ദാരുണമായ സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ രക്ഷയുള്ളൂ.